കേളുവല്ലേ? പോലീസിന്റെ ദ്രുതഗതിയിലുള്ള ഊർജിത അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതി വലയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുന്നത് നമ്മുടെ നാടിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നിഷ്ഠൂരമായി, ഇത്രയും പൈശാചികമായി ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതം ചവിട്ടി അരച്ചില്ലാതാക്കി അവൻ ആരായാലും അവനെ വിചാരണ പോലും ചെയ്യാതെ വെടിവെച്ചു കൊല്ലുവാനുള്ള സംവിധാനം ഉണ്ടാവണം. അല്ലെങ്കിൽ മിഴിമോൾ കേസുകൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ 3 മാസത്തിനിടെ സമാനമായ 7ഓളം കേസുകളാണ് മിഴിമോൾ കേസിലെ പ്രതിയുമായി അല്പസമയത്തിനുള്ളിൽ പോലീസ് സംഘം ഇവിടെ എത്തിച്ചേർന്നതായി. പോലീസ് പ്രതിയുമായി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അഭിലാഷേ, വാ വാ വാ. അവസാനം പ്രതി പിടിയിൽ. മിഴിമോൾ കേസിലെ പ്രതിയെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, എങ്ങനെയാണ് സാർ നിങ്ങൾ പ്രതിയിലേക്ക് എത്തിയത്? സാർ, ആരാണ് സാർ നിങ്ങൾക്ക് പ്രതിയെക്കുറിച്ച് വിവരപ്പെടുത്തിയത്? സാർ പറയൂ സാർ. സാർ, സാർ ഇതിന് മുമ്പ് ഇയാൾ മറ്റേതെങ്കിലും കേസിൽ പ്രതിയായിട്ടുണ്ടോ? സാർ, ഇയാൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധമുണ്ടോ? ഓരോ ദിവസം കഴിയുന്നതോറും കേരളത്തിൽ ഇത്തരം കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ പറയൂ സാർ. ഉത്തരം പറയാൻ നിങ്ങൾ എങ്ങോട്ടാ സാർ ഈ പോകുന്നത്? നിങ്ങൾ കണ്ടല്ലോ, പ്രതിയെ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലാണ് പോലീസ്. തന്നെയാണ് പോലീസ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുജനത്തിന് കാക്കിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ നീചന്റെ മുഖം പൊതുജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ എന്ത് വില കൊടുത്തും തങ്ങളുടെ ജോലി ചെയ്യുന്നതിൽ ഞങ്ങളുടെ പ്രതിനിധികൾ വിജയിച്ചിരിക്കുകയാണ്. ഉത്തരം നൽകാതെ നിങ്ങൾ അയാളെ കൊണ്ട് എങ്ങോട്ടാണ് സാർ പോകുന്നത്? പിന്നീട് സംസാരിക്കാൻ മാറി നിൽക്കൂ. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസറുടെ ഭാഷ കേട്ടല്ലോ. പോലീസ് പ്രതിയെ സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാനുള്ള കേരള മനസാക്ഷിയോടുള്ള കൊഞ്ഞനം കുത്തൽ മാത്രമായിട്ടാണ് മാറി നിൽക്കുക, കടക്ക് പുറത്ത് എന്നൊക്കെ പറയുന്നതിനെ കാണാനാകൂ. കണ്ടല്ലോ, നിങ്ങൾ എന്താണ് സംസാരിച്ചത്? പറയടോ. ഇയാൾക്ക് രാത്രിയിലും ഇത് തന്നെയാണ് പണി. വീട്ടിൽ പോണ്ടേ? ഞാൻ പൊക്കോളാം. നീ ഇതെങ്ങോട്ടാ? ഞാൻ ഷാപ്പിലോട്ട് വരണോ? നിന്റെ അപ്പൂപ്പനെ വിളിച്ചോണ്ട് പോടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി. കൊച്ചിന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നേ? തനിക്കറിയാമോ അയാളെ? ആ സമയത്ത് കൊച്ചിനെ കണ്ടിട്ടും തനിക്ക് സംശയം തോന്നിയില്ല? ഞാൻ കൊച്ചിനെ മാത്രമേ ശ്രദ്ധിച്ചോളൂ. ഓ, കൊച്ചിനെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. നീയും പപ്പനും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? സാറ് ചോദിച്ചു കേട്ടില്ലടാ. നീയും മറ്റവരും കൂടി ചേർന്ന് പകരം വീട്ടിയതല്ലേ? ഇത്തിരി പോന്ന കൊച്ചിന്റെ അടുത്താണോ പകരം വീട്ടുന്നത്? അധികാരമുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയരുത്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പറയും. നിക്കറിട്ട് നടന്ന പ്രായത്തിൽ പേടിച്ചിട്ടില്ല. പിന്നെ ഇപ്പോ നട്ടല്ലിന് ഇപ്പോഴും വിലക്കുറവൊന്നുമില്ല സാറേ. അധികം ചലച്ചാൽ നട്ടല്ലി ചവിട്ടി പിടിക്കും. തനിക്കെന്തോ പോലീസുകാരെ കാണുമ്പോ എത്ര പുച്ഛം? കൊച്ചായിരുന്നപ്പോ ഒരു പോലീസുകാരനെ കൊന്നതിന്റെ അഹങ്കാരം ഇപ്പോഴും ഉണ്ടല്ലോ നിനക്ക്? അഹങ്കാരമല്ല സാറേ, എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഞങ്ങള് വിചാരിച്ചിരുന്ന നീ പുറലോകം കാണില്ല കേട്ടോടാ. അതും അറിയാം. ഉരുട്ടും, പഞ്ചാരയിട്ട് കത്തിക്കും, കല്ലുകെട്ടി കായലിൽ താഴ്ത്തും. ഇതൊക്കെ സാറിന്റെ പരമ്പരയിൽപ്പെട്ട പഴയ യമ്മന്മാരുടെ സ്ഥിരം കലാപരിപാടികളല്ലേ സാറേ? മാറ്റം യൂണിഫോമിന് മാത്രമേ ഉള്ളൂ. തന്റെ ഈ പ്രതികരണശേഷി കാണിക്കേണ്ടത് ഞങ്ങളുടെ മുന്നിലല്ലടോ. അന്ന് രാത്രി താനൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കൊച്ചു ജീവിച്ചിരുന്നേനെ. വേണ്ടെടുത്ത് കാണിക്കടോ തന്റെ ഈ ആവേശം. പ്രതിയല്ല, സാക്ഷിയാണ്. കോട്ടയം പാറക്കുളത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 10 വയസ്സുകാരിയെ അപരിചിതനായ ഒരാളോടൊപ്പം കണ്ടുവെന്ന കേളുവിന്റെ മൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അസമയത്ത് ബാലികയെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടും പ്രതികരിക്കാതെയിരുന്ന കേളു എന്ന കേളുകുട്ടിയുടെ നിരുത്തരവാദപരമായ അനാസ്ഥയാണ് ഒരു ജീവൻ പൊലിയാൻ കാരണമായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓ, അപ്പൊ ഇത് കേസ് വേറെയാ? എന്ത് കേസ് വേറെ? എടാ, ആ ക്രിമിനല് കുട്ടിയെ കൊണ്ട് പോകുന്നത് നോക്കി നിന്നവരാണ് ഈ കേളു. അതവൻ കണ്ടപ്പോ തന്നെ നമ്മളെയോ അല്ലെ അടുത്തുള്ള പോലീസോ ഒരു അറിയിക്കണ്ടേ? ഇത് പപ്പരമുള്ള കലിപ്പ് കേളു മനഃപൂർവ്വം തീർത്താ. കുട്ടി മരിച്ച് ഇത്ര ദിവസമല്ലായിട്ടുള്ളൂ. അതിനിടയ്ക്കൂടെ നിങ്ങളെ പോലെ ആൾക്കാർ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലോ? ഒന്ന് ഇറങ്ങി പോടാ ഇവിടുന്ന്. എന്നോട് ആരോടാ താൻ കളിക്കുന്നറിയോ? തന്നെയാണ് എടുത്തോ. ഇതാണ് ഒരിക്കലും നന്നാൻ പോകുന്നില്ല. ഇയാൾ ഇറങ്ങി വിട്ടില്ലെങ്കിലും എനിക്ക് 10 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സുരക്ഷിതരാകണമെങ്കിൽ
കാലട്ട കിളവൻ. മനസ്സ് ഈ മാസത്തെ ഇവന്റെ കടലെ പറ്റി എന്റെ പാട്ടി കൊടുക്കില്ല. കേളുവിന്റെ പോലെ ആവില്ല. നിക്കടാടെ, എന്റെ കടക്കകത്ത് ഇനി നീ കാലുകുത്തരുത്. പൊയ്ക്കോടുന്ന്. ഇരുമ്പ് കാച്ചി തല്ലി പരത്തുന്ന നിന്റെ മനസ്സിന് ഇരുമ്പിനേക്കാൾ കട്ടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ ഒരു സംശയം കൊണ്ട് ഞാനൊന്ന് കാണാതിരിക്കായിരുന്നു. നിന്നെയൊക്കെ ആളുകൾ തിന്നും തുപ്പം ചെയ്യുന്ന കടലാസ് പറക്കാനേ കൊള്ളത്തുള്ളൂ. നിസ്സാര വഴക്കിന് നീ പ്രതികാരം ചെയ്തതേ ഇത്തിരി പോന്നൊരു പെൺകൊച്ചിനോടാ. അവറാനെ, നീയും അങ്ങനെ പറയുന്നോടാ? നീ ഒരു കോപ്പം പറയണടാ. ഇവനെ നാല് പൊട്ടിച്ചാലോ? ആർക്കാണ് അവനെ പൊട്ടിക്കണ്ടേ? വാടാ, അറിഞ്ഞോ വാടാ. നാട്ടുകാരെ തല്ലുകൊണ്ട് ചാവണ്ടെങ്കിൽ ഇറങ്ങി പോ കേളു. ഇരുമ്പ് കാച്ചി തല്ലി പരത്തുന്ന നിന്റെ മനസ്സിന് ഇരുമ്പിനേക്കാൾ കട്ടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിസ്സാര വഴക്കിന് നീ പ്രതികാരം ചെയ്തതേ ഇത്തിരി പോന്നൊരു പെൺകൊച്ചിനോടാ. അന്ന് രാത്രി താനൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കൊച്ചു ജീവിച്ചിരുന്നേനെ. വേണ്ടെടുത്ത് കാണിക്കണോ തന്റെ ഈ ആവേശം. പരിപാടിയായല്ലോ. ഒരു ഫോട്ടോ എടുത്ത് തന്നെ അയച്ചാലോ? അറിയാതെ പറ്റിയതാണ്. കൊച്ചു കിളിക്കാൻ പറ്റി. ഏതു ഭാഗ്യവാന്റെ കൊച്ചാണോ ആവോ? ഈ കേളുവാണെങ്കിൽ മുരടനും കുഞ്ഞുങ്ങളോട് ഇടപെടാനും അറിയത്തില്ല. അടുത്താൽ അകലേണ്ടി വരും. അകൽച്ചയാണ് ദുഃഖവും. കുറ്റം ചെയ്യാത്തവരെയല്ലേ അവരെന്നും കുരിശിലേറ്റുന്നത്. അതെപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും.